മറ്റൊരു മഴക്കാലം കൂടെ വരവായി. അതിന്റെ കൂടെ മഴക്കാല രോഗങ്ങളും. നിങ്ങൾ കേട്ട് കാണുമല്ലോ, ഇന്ത്യയിലും കേരളത്തിലും കോവിഡും അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ രോഗങ്ങൾ H1N1, H3N2 എന്നീ രോഗങ്ങളും വളരെ കൂടി വരികയാണ്. ഞാൻ ഡോക്ടർ ആനി തമ്പി, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ബിലീവേഴ്സ് ഹോസ്പിറ്റൽ, തിരുവല്ല. എങ്ങനെ ഈ രോഗങ്ങൾ പ്രതിരോധിക്കാം? അതിൽ ഇൻഫ്ലുവൻസ എങ്ങനെ നമ്മൾക്ക് പ്രതിരോധിക്കാം? അതിനായി നമ്മൾക്ക് വാക്സിനേഷൻസ് സുലഭമാണ്. നമ്മൾക്ക് ഇഞ്ചക്റ്റബിൾ വാക്സിൻസും അതേപോലെ തന്നെ നേസൽ സ്പ്രേ വാക്സിൻസും അവൈലബിൾ ആയിട്ടുണ്ട്. ഇഞ്ചക്റ്റബിൾ വാക്സിൻസ് 6 മാസം മുതൽ 65 വയസ്സിന് മേലെയുള്ളവർക്ക് വരെ എടുക്കാവുന്നതാണ്. എല്ലാവരും വാക്സിനേഷൻ എടുക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല, എല്ലാവർക്കും വാക്സിൻ എടുക്കാം. ആസ്മയുള്ള ആൾക്കാർ, അതേപോലെ തന്നെ ഹാർട്ടിന് അസുഖമുള്ളവർ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേഹ രോഗികൾ, ക്യാൻസർ പേഷ്യൻസ്, കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസ്, ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്, ഇങ്ങനെ നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഉള്ള ആൾക്കാർ വേണം ഈ വാക്സിൻ കൂടുതലായിട്ട് കമ്പൽസറി ആയിട്ടും എടുത്തിരിക്കാനായിട്ട്. ഈ വാക്സിൻ ബേസിക്കലി ക്വാഡ്രിവാലന്റ്, അതായത് ഇൻഫ്ലുവൻസ എയും ഇൻഫ്ലുവൻസ ബി വൈറസിലെ രണ്ട് സ്ട്രെയിൻ വെച്ചിട്ടുള്ള ക്വാഡ്രിവാലന്റ് വാക്സിൻ ആണ് നമ്മൾക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഇത് ഒരു ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആണ്. അത് മസിലിന്റെ ഉള്ളിലേക്കാണ് ആ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഈ വാക്സിൻ വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾക്ക് എടുക്കുന്നത്. എല്ലാ വർഷവും വരുന്ന ഈ ഇൻഫ്ലുവൻസ സ്ട്രെയിൻസ് വളരെ വ്യത്യസ്തതയുള്ള സ്ട്രെയിൻസുകളാണ്. ഈ വർഷം വരുന്ന സ്ട്രെയിൻ ആയിരിക്കത്തില്ല അടുത്ത വർഷം വരുന്നത്. അപ്പോൾ നമ്മുടെ WHO നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് ഏതൊക്കെ സ്ട്രെയിനുകളാണ് ഈ ഒരു കാലവർഷത്തിൽ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വാക്സിൻസ് എല്ലാ വർഷവും പുതിയതായി വന്നുകൊണ്ടിരിക്കും. വാക്സിൻ എടുത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പ്രതിരോധ ശേഷി ലഭിക്കുന്നതാണ്. എന്നാൽ വാക്സിൻ എടുത്താൽ പൂർണ്ണമായും രോഗം വരാതിരിക്കുമോ? ഇല്ല. വാക്സിൻ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ വളരെ തീവ്രമായ രോഗം, അതായത് ന്യൂമോണിയ, ശ്വാസമുട്ടൽ, വെന്റിലേറ്റർ റിക്വയർമെന്റ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കും. മുട്ടയുടെ അലർജി ഉള്ളവർ ഈ വാക്സിൻ സ്വീകരിക്കുന്നതിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ അതിനായി നമ്മൾക്കിപ്പോൾ റീകോംബിനന്റ് വാക്സിൻസ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഇഞ്ചക്ഷൻ വെക്കുന്ന സ്ഥലത്ത് ചെറിയൊരു വേദന, 2-3 ദിവസത്തേക്ക് ചെറുതായ പനി, ജലദോഷം, ശരീരവേദന ഉണ്ടാകുന്നതാണ്. സീരിയസ് സൈഡ് എഫക്ട്സ് നമ്മൾക്ക് കാര്യമായിട്ട് ഈ വാക്സിന് ഉണ്ടാകാറില്ല. അതുകൂടാതെ തന്നെ ഈ വാക്സിൻ എടുക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി, അതായത് ഒരു കമ്മ്യൂണിറ്റിക്ക് മൊത്തമായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാനും ഇത് സഹായിക്കും. ഇൻഫ്ലുവൻസ കൂടുതലും വരുന്നത് മൺസൂൺ സീസണിലും അതേപോലെ തന്നെ വിന്റർ സീസണിലുമാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ സീസൺ തുടങ്ങുന്നതിന് 2 ആഴ്ച മുന്നേ സ്ഥിരമായി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്നവർക്ക് ഇത് എടുക്കുന്നത് നല്ലതായിരിക്കും.